ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഷോർട്ട് ടേമിന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ്പേർട്ടുകൾ 10 സ്റ്റോക്കുകൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മോർ ദാൻ 3% ആണ് ലാസ്റ്റ് വീക്ക് റാലി ചെയ്തിരിക്കുന്നത്. S&P BSE സെൻസസ് 38,000 റീക്ലെയിം ചെയ്തു. അതേസമയം നിഫ്റ്റി 50 11,400 എബോവ് ക്ലോസ് ആയിരിക്കുകയാണ്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 20 DMA, 50 DMA, 100 DMA അല്ലെങ്കിൽ 200 DMA ആണ് വീക്ക്ലി ഫ്രെയിംലി ചാർട്ടിൽ വരുന്നത്. കംപ്ലീറ്റ് കൺട്രോൾസ് ഓഫ് ബുൾസ് എന്ന് തന്നെ പറയാം. ഇതിൽ ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC AMC ആണ്. ടാർഗറ്റ് പ്രൈസ് 2660, സ്റ്റോപ്പ് ലോസ് 1990 ആണ്. 17% ഇപ്പോൾ ഇൻക്രീസ് കാണിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ഒരു HDFC AMC സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി അപ്രൂവ്ഡ് ബൈ സെബി ഓൺ July 3rd. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 48,438 crores ആണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2,275. PE റേഷ്യോ 38. 52 വീക്ക് ഹൈ വരുന്നത് 3,844. 52 വീക്ക് ലോ 1,962. ബുക്ക് വാല്യൂ 189 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 35.6%. ഫേസ് വാല്യൂ 5 ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഗ്രാഫ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നല്ലൊരു സ്റ്റഡി ഇൻക്രീസ് കാണിക്കുന്ന ഒരു ഗ്രാഫ് കാണാൻ സാധിക്കുന്നു. മാർച്ച് 2020 കുറച്ച് ഡിക്ലൈൻ ആയി, വീണ്ടും പ്രോഗ്രസീവായി തിരിച്ച് ഡൗൺ ആയിട്ട് ഇപ്പോൾ ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് ഫ്രീ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ലാസ്റ്റ് 3 years ആയിട്ട് 36% ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് തീർച്ചയായിട്ടും HDFC AMC ഫോക്കസ് ചെയ്യാം. 49% ആണ്. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ബജാജ് ഫൈനാൻസ്, ബജാജ് ഫിൻസർവ്, SBI കാർഡ്സ്, മുത്തൂറ്റ് ഫൈനാൻസ്, ബജാജ് ഹോൾഡിംഗ്സ്, ചോലമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു സെപ്റ്റംബർ 2017 430 ആയിരുന്നു. പിന്നെ ഡിസംബർ 2019 ഇൻക്രീസ് ആയി, വീണ്ടും ഒരു ഡിപ്പിന് ശേഷം തിരിച്ച് ആ ഒരു പഴയ ഇതിൽ വരുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സൺഫാർമയുടെ ടാർഗറ്റ് പ്രൈസ് 585, സ്റ്റോപ്പ് ലോസ് 475 വെച്ച് ട്രേഡ് ചെയ്യാം. അപ്സൈഡ് ബൈ 15% വരെ ഈ ഒരു സ്റ്റോക്ക് പെർഫോമൻസ് കാണിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് സൺഫാർമയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ സൺഫാർമ മെയിൻലി നമുക്കറിയാലോ, മെയിൻലി APIs ആണ്, ഫാർമസ്യൂട്ടിക്കൽ ബേസ്ഡ് സെക്ടർ ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,21,622. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 507. 52 വീക്ക് ഹൈ 565 ആണ്. 52 വീക്ക് ലോ 312. ഡിവിഡൻഡ് ഈൽഡ് 0.79%. ബുക്ക് വാല്യൂ 189. റിട്ടേൺ ഓൺ ഇക്വിറ്റി 10%. ദെൻ ഫേസ് വാല്യൂ 1 ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് ഈ ഒരു സ്റ്റോക്കിന്റെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. 24.38%. ബാക്കിയുള്ള പിയർ കമ്പാരിസൺ ചെയ്യുമ്പോൾ സൺ ഫാർമസ്യൂട്ടിക്കൽ ഫസ്റ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്. കാൻഡില ഹെൽത്ത് കെയർ, സിപ്ല, അതുപോലെ ടൊറന്റ് ഫാർമ, ഓറോബിൻഡോ ഫാർമ, ബയോകോൺ, ഡോക്ടർ റെഡ്ഡീസ് ലാബാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇപ്പോൾ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർച്ചിൽ ഈ കൊറോണ കാരണം കുറച്ച് ഡിപ്പ് വന്നാലും വീണ്ടും പഴയ പോലെ ഉയർന്നു പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് തേർഡ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ടാർഗറ്റ് പ്രൈസ് 154, സ്റ്റോപ്പ് ലോസ് 123. 15% വരെ റിട്ടേൺ പ്രതീക്ഷിക്കാം. പോസിറ്റീവ് മൊമെന്റവും ആണ്. അത് മാത്രമല്ല RSI അപ്വേർഡ് ആണ് കാണിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സ് ഓട്ടോമൊബൈൽ ലീഡിംഗ് മാനുഫാക്ചർ ആണ്. മെയിൻലി ട്രക്സ്, ബസ്സസ്, അതുപോലെ ഡിഫൻസ് വെഹിക്കിൾസ്, ഇതൊക്കെയാണ് ഇവരുടെ
മെയിൻ ബിസിനസ്. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 44,393. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 134 ആണ്. 52 വീക്ക് ഹൈ 202, 52 വീക്ക് ലോ 63 ആണ്. ഡിവിഡൻഡ് ഈൽഡ് ഇല്ല ഈ ഒരു കമ്പനിക്ക്. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി -16 ആണ്. ഫേസ് വാല്യൂ 2. അപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു മാർച്ച് 2020 നല്ലൊരു ഡിപ്പ് വന്നിട്ട് ഇപ്പൊ വീണ്ടും കൺസിസ്റ്റന്റ് ഗ്രോത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് ബുക്ക് വാല്യൂ കോട്ടിയിലും 0.66 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. അതാണ് ഒരു പോസിറ്റീവ് ആയിട്ട് പറയാനുള്ളത്. കമ്പാരിസൺസ് അശോക് ലെയ്ലാൻഡ്, ടാറ്റ മോട്ടോഴ്സ്, DVR, ദെൻ ഫോഴ്സ് മോട്ടോഴ്സ്, SML, ഇസു തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇവരുടെ കമ്പാരിസൺ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബാങ്കിങ് സെക്ടറിലെ ആക്സിസ് ബാങ്ക് ആണ്. ടാർഗറ്റ് പ്രൈസ് 495, സ്റ്റോപ്പ് ലോസ് 395 ഇട്ട് ട്രേഡ് ചെയ്യുക. 11% വരെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അപ്സൈഡ് കാണിക്കുമെന്നാണ് എക്സ്പെർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ആക്സിസ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്. ആക്സിസ് ബാങ്കിന്റെ മെയിൻലി ഇവര് തേർഡ് ലാർജസ്റ്റ് ബാങ്കിങ് സെക്ടർ ആണ് വേൾഡ് ഫാസ്റ്റ് ഗ്രോയിങ് എക്കോണമീസിൽ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,35,779. ഡിവിഡൻഡ് ഈൽഡ് ഇല്ല ഇവർക്ക്. കറണ്ട് പ്രൈസ് 444, 52 വീക്ക് ഹൈ 766 ആൻഡ് 52 വീക്ക് ലോ 285 ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 2.44, ദെൻ ഫേസ് വാല്യൂ 2. ഇത് സ്റ്റോക്കിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ മാർച്ച് 2020 നല്ലൊരു ഡിപ്പ് വന്നു, പിന്നെ അത് വീണ്ടും ഗ്രോ ചെയ്യുന്ന ഒരു ഗ്രാഫ് കാണാനായിട്ട് സാധിക്കുന്നു. കോമ്പറ്റീറ്റേഴ്സ് HDFC, AMC, കൊടാക് മഹീന്ദ്ര ബാങ്ക്, ICICI ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, IDBI ബാങ്ക്. ഇപ്പൊ മെയിൻലി ഇത് ഫോക്കസ് ചെയ്യാൻ കാരണം ഒരു സ്ക്രിപ്റ്റ് 400 ബിലോ ആ ഒരു റേഞ്ചിലാണ്. മോർണിംഗ് സ്റ്റാർ കാൻഡിൽ, പിന്നെ അതുപോലെ ഒരു അപ്സൈഡ് 445 വരെ കാണിക്കുമെന്ന ഒരു ഹോപ്പ് ഉണ്ട്. ദെൻ എക്സൈഡ് ഇൻഡസ്ട്രീസ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക. ടാർഗറ്റ് പ്രൈസ് 180 ആണ്. സ്റ്റോപ്പ് ലോസ് 148 ഇട്ട് ട്രേഡ് ചെയ്യാം. 10% വരെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അപ്സൈഡ് തരുമെന്നാണ് പറയുന്നത്. ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുണ്ട് ബൈയിങ്ങില്. അതുപോലെ ഡെയിലി ചാർട്ടിന് മൊമെന്റ് ബുള്ളിഷ് സോൺ ആണ് കാണിക്കുന്നത്. പോസിറ്റീവ് ക്രോസ് ഓവർ, ഷോർട്ട് ടേം ഗെയിൻ 180, 190, സ്റ്റോപ്പ് ലോസ് 148 ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഇപ്പൊ എക്സൈഡ് ഇൻഡസ്ട്രീസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. എക്സൈഡ് ഇൻഡസ്ട്രി മെയിൻലി ബാറ്ററീസ് പ്രോഡക്ട്സ് ആണ്. ബാറ്ററീസ് ആണ് അവരുടെ മെയിൻ പ്രോഡക്ട്സ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 13,855. കറണ്ട് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് 163 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 2.52%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.3%, 52 വീക്ക് ഹൈ 208, 52 വീക്ക് ലോ 122, ഫേസ് വാല്യൂ 1. ഒരു ഗ്രാഫ് നോക്കുക. ബാക്കിയുള്ള സ്റ്റോക്കുകളെ പോലെ തന്നെ മാർച്ച് 2020 ഒരു ഡൗൺ വന്നതിന് ശേഷം മെയ്, ജൂലൈ, അതുപോലെ സെപ്റ്റംബറിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്ക് ആണ്. മാർക്കറ്റ് വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് മോർ ദാൻ മാർക്കറ്റ് ക്യാപ്, അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട് 32.84%. പിയർ കമ്പാരിസൺസ് ആരൊക്കെയാണെന്ന് നോക്കാം. ബോഷ്, മദർസൺ സുമി, എൻഡൂറൻസ് ടെക്നോളജി, അമര രാജാബാദ്, വാബ്കോ ഇന്ത്യ, മിൻഡ ഇൻഡസ്ട്രീസ് ആണ്. ഇവരുടെ സെയിൽസിന്റെ പെർഫോമൻസ് നോക്കുക. ഡിപ്പിന് ശേഷം വീണ്ടും ഒരു റിക്കവറി തരുന്ന ഒരു സെഗ്മെന്റ് പോലെയാണ് ഇവരുടെ. പിന്നെ നെറ്റ് പ്രോഫിറ്റും ഇതുപോലെയാണ്. ഇതൊക്കെ ഷോർട്ട് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ലാർസൺ ആൻഡ് ടോർബോ. ടാർഗറ്റ് പ്രൈസ് 980, സ്റ്റോപ്പ് ലോസ് 855. ഏകദേശം 9% വരെ ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺ തരുമെന്നാണ് എക്സ്പെർട്ടുകൾ അറിയിച്ചിരിക്കുന്നത്. ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പ്രൈസ് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള ലോങ് പൊസിഷൻ 900 ട്രേഡേഴ്സിന് വെക്കാം. അതുപോലെ സ്റ്റോപ്പ് ലോസ് 855, ടാർഗറ്റ് 980 വെച്ച് ട്രേഡ് ചെയ്യുക. ഇപ്പൊ ലാർസൺ ആൻഡ് ടോർബോയുടെ ഡീറ്റെയിൽസ് നോക്കാം. ലാർസൺ ആൻഡ് ടോർബോ മെയിൻലി എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,26,756. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 903.
റിട്ടേൺ ഓൺ ഇക്വിറ്റി 16.6, ഡിവിഡൻഡ് yield 1.99% ആണ്. 52 വീക്ക് ഹൈ 1492, 52 വീക്ക് ലോ 661, ഫേസ് വാല്യൂ 2 ആണ്. ഇവിടെയും ഡിപ്പിന് ശേഷം മുകളിലേക്ക് പോകുന്ന ഒരു ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, 28.41%. കോമ്പറ്റീറ്റേഴ്സ് GM ഇൻഫ്ര, റൈറ്റ്സ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, GE പവർ, ദെൻ അശോക ബിൽഡ്കോൺ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. അപ്പൊ ആഫ്റ്റർ എ ഡിപ്പിന് ശേഷം മാർച്ചിൽ ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു, പിന്നെ അത് വീണ്ടും പഴയ പോലെ റിക്കവർ ആയിരിക്കുകയാണ്. ഏഷ്യൻ പെയിന്റ് ആണ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് 1900, ടാർഗറ്റ് 2200 to 2250. ഈ ഒരു ലെവലാണ്. 10% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. സ്ട്രോങ് അപ്സൈഡ് മൊമെന്റം ഡെയിലി ചാർട്ടിലുണ്ട്. അതുപോലെ RSI ഒരു ബുള്ളി മാർക്കറ്റ് സോൺ ആണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഏഷ്യൻ പെയിന്റ് ഡീറ്റെയിൽസ് നോക്കാം. സോ ഏഷ്യൻ പെയിന്റ്സ് മെയിൻലി പെയിന്റ് ബിസിനസ്സിലാണ് വരുന്നത്. ഹോം ഡെക്കർ, ബാത്ത് ഫിറ്റിംഗ്സ് ഇതൊക്കെയാണ് അവരുടെ മെയിൻ ജോബ്. ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,95,720. കറണ്ട് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് 2040 ആണ്. ഡിവിഡൻഡ് yield 0.59%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 28.2%, then face value 1, 52 week high 2088, then 52 week low 1431. ഗ്രാഫ് നമുക്ക് നോക്കാം. ഗ്രാഫ് ഡൗൺ, കുറച്ച് താഴെ പോവും, മുകളിൽ പോവും, അങ്ങനെയുള്ള ഡിപ്പ് കഴിഞ്ഞ് മുകളിൽ പോകുന്ന കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെയുള്ള ഒരു ഗ്രാഫാണ്. വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നല്ല ഇതാണ്, 3 വർഷമായിട്ട് 26.39 ROE ഉണ്ട്. അതുപോലെ ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്, ഇപ്പൊ ഇതൊക്കെ പോസിറ്റീവ് ആണ് ഈ ഒരു കമ്പനിക്ക്. 43.40 ഡിവിഡൻഡ് നൽകുന്നുണ്ട്. കോമ്പറ്റീറ്റേഴ്സ് ബർജർ പെയിന്റ്സ്, കൻസായി നെർലോക്ക്, ആക്സോ നോബൽ, ഷാലിമാർ പെയിന്റ്, ഹാർഡ് കാസ്റ്റ്, യുഗ് ഡക്കർ തുടങ്ങിയ സ്റ്റോക്കിലാണ്. അപ്പൊ അതിന്റെ സെയിൽസ് നിങ്ങൾ നോക്കിയാൽ ഡൗൺ കഴിഞ്ഞ് അപ്പ് വരുന്നുണ്ട്. മാർച്ചിനേക്കാളും ജൂണിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ വീണ്ടും റിക്കവറി ആവുന്നുണ്ട്. കാരണം കൊറോണ വൈറസ് ഇപ്പൊ റിലാക്സേഷൻ വന്നതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സും ഇപ്പൊ പുനരാരംഭിച്ചിരിക്കുകയാണ്. HDFC ബാങ്ക് ആണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത്. സ്റ്റോപ്പ് ലോസ് 1025, ടാർഗറ്റ് 1160 ആൻഡ് 1200. ഈ ഒരു സ്റ്റോക്ക് 8.5% വരെ നമുക്ക് അപ്സൈഡ് പ്രതീക്ഷിക്കാം. കാരണം ഗ്രേറ്റർ ആയിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത് ഉണ്ട് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. അതുപോലെ ഓറോബിന്റോ ഫാർമയാണ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട. ഫാർമ സെക്ടറിൽ സ്റ്റോപ്പ് ലോസ് 740, ടാർഗറ്റ് 900 to 940 ആണ്. അപ്സൈഡ് 15%. കാരണം ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് ലെവൽ, അതായത് ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ് ഇപ്പൊ കാണിക്കുന്നത്. നിയർലി 38.2% ആണ് മാർച്ച് ലോയിൽ നിന്നും ഓഗസ്റ്റ് ഹൈയില് റിട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഓറോബിന്റോ ഫാർമയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓറോബിന്റോ ഫാർമ മെയിൻലി മാനുഫാക്ചറിംഗ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ആണ്. 47,968 ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. കറണ്ട് പ്രൈസ് 819, ഡിവിഡൻഡ് yield 0.37, റിട്ടേൺ ഓൺ ഇക്വിറ്റി 18.6%, then ഫേസ് വാല്യൂ 1. ഇതിന്റെ ഗ്രാഫ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാർച്ച് 20 കുറച്ച് ഡൗൺ ആയിട്ട് പിന്നെ നല്ല ഒരു ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. ഇവരുടെ പിയർ കമ്പാരിസൺ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡി, സിപ്ല ബയോകോൺ, ടൊറൻ ഫാർമ, കാൻഡില ഹെൽത്ത് കെയർ ആണ്. Then last but not least, Muthoot Finance. Stop loss 1060, target 1240 to 1270. 7% വരെ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡ് കാണിക്കുന്നു. ഈ ഒരു സ്റ്റോക്ക് ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ ആണ് ലാസ്റ്റ് വീക്കിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരും വീക്കുകളിൽ ഹയർ ആവാനുള്ള സാധ്യതയുണ്ട്. 38.2 ആണ് മാർച്ച് ലോ ടു ജൂലൈ ഹൈയിൽ റിട്രേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി എക്സ്പേർട്ടുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ 10 സ്റ്റോക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.